കഴിവുണ്ടായിട്ട് കാര്യമില്ല, തലവര വേണം. അസാധ്യമായൊരു പ്രതിഭയെ ഞങ്ങൾ ഈ പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ കണ്ടുമുട്ടി. പറഞ്ഞു വന്നത് വാര്യത്ത് പ്രഭാശങ്കറിനെ കുറിച്ചാണ്. അദ്ദേഹം ഞങ്ങളോടൊപ്പമുണ്ട്. നിരവധി ഗാനങ്ങളാണ് ഇദ്ദേഹം രചിച്ചിരിക്കുന്നത് അല്ലേ? 50ഓളം ഗാനങ്ങൾ രചിച്ചു. അതിൽ മൂക്കുതല ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയ ആൽബം വളരെ ഫേമസ് ആയി തോന്നുന്നു അല്ലേ? വളരെ ഹിറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ കവിതകൾ രചിച്ചു അല്ലേ? വേറെ പ്രഭാശങ്കരേട്ടൻ കലോത്സവത്തിൽ, ഈ ഉപജില്ലാ കലോത്സവത്തിൽ വന്നപ്പോൾ എങ്ങനെ തോന്നി? എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്കാണ് ഞാൻ അന്നൊക്കെ ഈ കലാലോകത്ത് നാടകങ്ങളിലും സ്കൂളിലെ ലളിതഗാന മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നാടകാഭിനയങ്ങളിലൊക്കെ പങ്കെടുത്ത ഓർമ്മകളിലേക്ക് പോയി. അപ്പോൾ ആ ഓർമ്മ പുതുക്കാനാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നത്. ഈ കലാപ്രതിഭകളെ കാണുമ്പോൾ നമ്മളും അങ്ങേറ്റം ബഹുമാനം അവർക്ക് കൊടുക്കുന്നു, അവർ നമ്മൾക്കും തരുന്നു. അതാണ് മൂക്കുതല ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയ ആ ആൽബത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? മൂക്കലെ 12 ഗാനങ്ങളാണ് ഇതിൽ. അത് ചെയ്തിട്ടുള്ളത് സിനിമാ സംവിധായകനായ മധുനമ്പൂരി, ഇപ്പോൾ PV നവതൻ, ഇവൾ ദ്രൗപദി, നന്ദുണി സിനിമ ചെയ്ത് അദ്ദേഹമാണ് അതിൻ്റെ സംഗീതം. അതിലത്തെ എല്ലാ ഗാനങ്ങളും ഹിറ്റാണ്. അത് അദ്ദേഹത്തിൻ്റെ അപാരമായൊരു കഴിവാണ്. അതിലത്തെ ഫസ്റ്റ് സോങ്ങാണ് അദ്വൈത ചിന്തകൻ ആദിശങ്കരൻ അന്നൊരിക്കൽ നരി നീന്തിക്കടവത്തു വന്നു. ഇത് പാട്ട് പാടി ബിജു നാരായണൻ. പക്ഷേ അതിൽ ഏറ്റവും സൂപ്പർ ഗാനമായിട്ടുള്ളത് എടപ്പാളി വിശ്വം പാടിയ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്നൊരമ്മ, മേലേക്കാവിൽ വാഴുന്നൊരമ്മ, കാണാമറയത്തിരിക്കുന്നൊരമ്മയെ അകക്കണ്ണൽ കണ്ടവർ എത്രയെത്ര സോങ്ങാണ് ഏറ്റവും ഹിറ്റായുള്ള ഗാനത്തിൽ. വേറെ ഗാനങ്ങൾ രചിച്ച ഏതൊക്കെയാണ്? ഞാനൊരു മറ്റേ മുക്കാലയിലൊരു SFI കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു കേട്ടിട്ടായിരുന്നു ഒരിക്കലും. ഒരു മുക്കാല മാർജി സ്കൂളിലെ SFIയുടെ കുട്ടികളെ കനൽ വഴികളിലൂടെ എന്നുള്ളൊരു വിപ്ലവ കേസ് അടയ്ക്കും. ആ പാട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്ലോക്ക് മെമ്പർ AP വാസുവിൻ്റെ അനിയൻ AK ബാലനാണ്. അതിൽ എടപ്പാളി വിശ്വം പാടിയ പാട്ടാണ് രക്തസാക്ഷികൾ അമരന്മാർ വിശ്രമം കൊള്ളും രണഭൂമികളിൽ ബലികുടീരങ്ങളിൽ കൈകളിൽ രക്തപതാകയുമായി വരും പ്രഭാതമേ പ്രദോഷമേ എന്നുള്ള സാധനം ആണ് എഴുതിയത്. ആ അടി നല്ലൊരു ഗാനമാണ്. അദ്ദേഹം പാടി ഏറ്റവും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും നല്ല പാട്ട് അതാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ വോയിസ് വന്നുള്ളതാണ്. ഒരിക്കലും ആ ഗാനത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണൻ എന്തോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മറ്റേ ഇവിടെ വില്ലേജ് ഓഫീസ് മുമ്പ് പാട്ടിൻ്റെ പുരോഗമനത്തിന് വന്നപ്പോൾ ഈ പാട്ട് ഇവിടെ വെച്ചില്ലായി. അപ്പോൾ അദ്ദേഹം AP വാസിൽ ചോദിച്ചു, ഇത് ആരാണ് എഴുതിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ നമ്മളെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അളിയനാണ്, പ്രഭാശങ്കർ എന്നാണ് പേര്. അദ്ദേഹം കവിതകൾ എഴുതും, പാട്ട് എഴുതും, 4-5 കേസറ്റ് അദ്ദേഹത്തിൻ്റെ വിപണിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. അടിപൊളി ആയിട്ടുണ്ടല്ലോ. അദ്ദേഹമാണ് ഒരിക്കലാൾ കൊണ്ടുവന്ന് കാണിച്ചതാണ് ജൂനിയർ വയലാർ എന്നായിട്ട് എന്നെ വിശേഷിപ്പിച്ചു. അത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അവസാനത്തെ ചരണമായിരിക്കാൻ എനിക്ക് തോന്നുന്നത്. കാരണം ചീമേനിയിലും കൂത്തുപറമ്പിലും ചിതറി വീണ രക്തപുഷ്പങ്ങളിൽ നിന്നാണ്. നാളത്തെ ചെമ്പൻ പുലരിയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും ഞങ്ങളിലൂടെ പുത്തന വീരിൻ കൊടുങ്കാറ്റ് പോലെയാണ്. അതായിരിക്കണം അദ്ദേഹത്തിന് മനസ്സ് തട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെയുള്ളൂ. അത് കയ്യൂരും കടിവരും പൊന്നപ്പറവാലെല്ലാം എല്ലാം ഉണ്ടായില്ല പാട്ടിൽ. പിന്നെ മറ്റ് ഗാനങ്ങളെ കുറിച്ചൊന്ന് പറയാം. മറ്റുള്ള സാധനങ്ങളിൽ പിന്നെ പ്രണയഗീതങ്ങളാണ്. ആദ്യമായിട്ട് MD രാജേന്ദ്രൻ, ഷിബു ചക്രവർത്തി ഞങ്ങൾ ചെയ്താണ്. ബഷീർ സിൽസില എന്നുള്ള ആൾ സംഗീതം നൽകിയതാണ് ആദ്യം പ്രണയഗാനം എഴുതുന്നത്. അതിൽ പാടി പാട്ട് വിശ്വന പാടിയില്ല. ആരെ ആരാദ്യം കണ്ടു, ആരാരുടെ മാനസം കവർന്നു, ഇഷ്ടമാണെന്നൊരു തെൻമൊഴി ആരാരിൽ നിന്ന് ആദ്യം കേട്ടു എന്നുള്ളത് അദ്ദേഹം പാടിയൊരു പാട്ടാണ്. പിന്നെ അദ്ദേഹത്തിന് ഏട്ടൻ ചെയ്തുള്ള സീരിയലിന് വേണ്ട പാട്ട് എഴുതിയിരുന്നു. പ്രേമം കണ്ണിൽ കനവായി, കനവോ ചുണ്ടിൽ സ്വരമായി, ഞാനും നീയും നീരാടും അനുരാഗത്തിന് പൈകളുന്നുള്ള ആൻസിനും സെറ്റും എറണാകുളം ബീച്ചിൽ നിന്ന് ആടിപ്പാടി എന്നൊരു സോങ്ങാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മജീദ് മാർജിയുടെ ഗാന്ധിനഗർ സ്ട്രീറ്റ് പുതിയൊരു പടമാണ്. ആ പടത്തിൽ 2 സോങ് എഴുതി. അത് ഒരു പാട്ട് പാടിയാലും മധുഭാഷാണ്. പ്രണവസ്വരം ശങ്കിൽ ഉണരുന്ന നേരം, ശിവപാത ചലനം ശാന്തനടനം, നറുന്തുടിയിൽ മുത്താളം മുഴങ്ങുന്ന നേരം, സംഹാര താണ്ഡവും രൗദ്രഭാവം, തൃക്കണ്ണിൽ അഗ്നി സ്ഫുലിംഗ ശോണം, ത്രികാലം പ്രണമിക്ക് രോഷപ്രതി. ഇത് മധുഭാഷാണ്. അതിലുണ്ട് പണ്ട് പ്രേമം ഹൃദയത്തിൽ പൂത്തുതിൽ പ്രണയപ്പൂന്നുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ എൻ്റെ ഓമനക്കണ്ണ ഓടിവാ കണ്ട കേസറ്റ് ഭക്തിയാൽ പാടി ഒരു പയ്യുണ്ട്, ഷാനവാസ്, ഒരു മൂക്കാട് DYFയുടെ ഒരു പയ്യനാണ്. ഈ പയ്യൻ അതിൽ രാധികത്തിലൊക്കെ പാടിയിട്ട് റിപ്പീറ്റ് പാടിയിട്ടുണ്ട്. ആ വോയിസ് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പ്രഭാശങ്കർ ഈ സോങ് അയാൾ പാടട്ടെ. അങ്ങനെയാണ് ആ ഗാന കുട്ടിക്ക് പാടാനുള്ള അവസരം കിട്ടിയത്. ഗ്രാനൈറ്റ്സ്, ടൈൽസ്, CP ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാത്തിന്റെയും ഹ്യൂജ് ട്രെൻഡി കളക്ഷൻസ്. Penco Marbles and Granites, Thrissur Road, Kunnamkulam.